വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെമിനാർ ഓർ പ്രോഗ്രാം റിപ്പോർട്ടാണ്. അതായത് പബ്ലിക് എക്സാമിനേഷന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് സെമിനാർ റിപ്പോർട്ട് എഴുതാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ട് എഴുതാൻ. ഈ ഒരു ക്വസ്റ്റനിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ടാണ്. സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള സെമിനാർ റിപ്പോർട്ട് എഴുതാനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. റീഡ് ദ പ്രോഗ്രാം ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തന്നിട്ടുണ്ടാവും? പ്രോഗ്രാം ചാർട്ട് തന്നിട്ടുണ്ടാവും. അതായത് ഓൾറെഡി ആഘോഷിച്ച അല്ലെങ്കിൽ ഓൾറെഡി നടത്തിയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഒരു പ്രോഗ്രാം ചാർട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കണം. അതിൻ്റെ വെന്യൂ എവിടെയാണ്, ഡേറ്റ് എന്നാണ്, എവിടെ വെച്ചാണ് പ്രോഗ്രാം നടത്തിയത്, പ്രെയർ ആരാ, വെൽക്കം സ്പീച്ച് ആരാ, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ആരാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കണം. അതിനുശേഷം ഗീവ് എ സ്യൂട്ടബിൾ ഹെഡിങ്, ഒരു ഹെഡിങ് കൊടുക്കണം. ഇപ്പോൾ സെമിനാർ റിപ്പോർട്ടാണെങ്കിൽ സെമിനാർ റിപ്പോർട്ട്, ആനുവൽ ഡേ സെലിബ്രേഷൻ ആണെങ്കിൽ റിപ്പോർട്ട് ഓഫ് ആനുവൽ ഡേ സെലിബ്രേഷൻ തുടങ്ങിയ ഹെഡിങ്സ് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത്? ഫസ്റ്റ് പാരഗ്രാഫ് ക്യാൻ ബി ജസ്റ്റ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഹെഡിങ്, ബ്രീഫ് ഓഫ് ദ ഇവൻറ്റ്. ഫസ്റ്റ് പാരഗ്രാഫിൽ ഹെഡിങ്ങിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഒരു ബ്രീഫിംഗ് ആണ്. വളരെ ഷോർട്ടായിട്ട് എന്ത് പ്രോഗ്രാം ആയിരുന്നു, എന്നാണ് നടത്തിയത്, എവിടെ വെച്ചാണ് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അതിനുശേഷം റൈറ്റ് ഓൾ അതർ ഡീറ്റെയിൽസ് ഇൻ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്, നോട്ട് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ എല്ലാ പ്രോഗ്രാംസും അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ഓർഡറിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതുക. പ്രെയർ ആരാണ്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർഡറായിട്ട് എഴുതുക. സിമ്പിൾ ആൻഡ് പ്ലെയിൻ ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ. മാക്സിമം സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ എഴുതിയാൽ മതി. പാസ്റ്റ് ടെൻസ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദിസ് റിപ്പോർട്ട്. വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പാരഗ്രാഫും നമ്മൾ എഴുതുന്ന എല്ലാ സെൻറ്റൻസും പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അതായത് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണല്ലോ റിപ്പോർട്ട് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം പാസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോളോവിങ് പ്രോഗ്രാം ചാർട്ട് ഷോസ് ദ പ്രോഗ്രാം ഓഫ് എ സെമിനാർ ഓൺ മാൻഗ്രോവ്സ്. ഒരു മാൻഗ്രോവ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സെമിനാർ നടത്തിയതാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ചാർട്ട് നമുക്കിവിടെ കാണാം. GHHS ആലപ്പുഴ എന്ന സ്കൂളിൽ നടത്തിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ പ്രോഗ്രാം ചാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം ചാർട്ട് കെയർഫുള്ളായിട്ട് നോക്കണം. നമുക്ക് ഫസ്റ്റ് അതൊന്ന് അനലൈസ് ചെയ്യാം. ശ്രദ്ധിക്കുക, GHHS ആലപ്പുഴ സെമിനാർ ഓൺ മാൻഗ്രോവ്സ്, എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. സെമിനാറിൻ്റെ ടോപ്പിക്ക് ശ്രദ്ധിക്കുക, സെമിനാർ ഓൺ മാൻഗ്രോവ്സ്, എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. എന്താണ് മാൻഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ? കണ്ടൽ കാടുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെമിനാറാണ് സ്കൂളിൽ നടത്തിയ സ്കൂളിൻ്റെ പേര് GHHS ആലപ്പുഴ. സെമിനാറിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സെമിനാർ ഓൺ മാൻഗ്രോവ്സ്, എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് സെമിനാർ നടത്തുന്നത്. ഇനി ശ്രദ്ധിക്കുക, വെനു സ്കൂൾ ഓഡിറ്റോറിയം. പ്രോഗ്രാം നടത്തിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. ടൈം എന്ന് പറയുന്നത് 10 AM ആണ്. ഡേറ്റ് 21 സെപ്റ്റംബർ 2021 ആണ്. ഇനി പ്രോഗ്രാംസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പ്രെയർ ആണ്, സ്കൂൾ കൊയർ, സ്കൂളിലെ പ്രാർത്ഥനാ ടീമാണ് പ്രെയർ നടത്തുന്നത്. വെൽക്കം സ്പീച്ച് ശ്രദ്ധിക്കുക, മിസ്സിസ് സുശീല കുമാരി, സ്കൂൾ പ്രിൻസിപ്പൽ. ദെൻ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഡോക്ടർ സതീഷ് ചന്ദ്രൻ, എൻവിയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്. നെക്സ്റ്റ് ഫെലിസിറ്റേഷൻ ശാന്തി, വാർഡ് കൗൺസിലർ. ഇനി ശ്രദ്ധിക്കുക, പേപ്പർ പ്രസൻറ്റേഷൻ. സെമിനാർ ആയതുകൊണ്ട് തന്നെ പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ടാവും. സെമിനാറിലെ വ്യത്യസ്ത ആളുകൾ ഓരോ പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടോപ്പിക്ക് എന്തായിരുന്നു? മാൻഗ്രോവ്സ്, എ സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഈ പേപ്പർ പ്രസൻറ്റ് ചെയ്ത ആതിര M എന്നുള്ള സ്റ്റുഡൻ്റാണ്. ദെൻ പൊക്കുടൻ, എ ലെജൻഡ് ഓഫ് മാൻഗ്രോവ്സ്, നൗഫിയ എന്നുള്ള കുട്ടി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് പൊക്കുടൻ, കല്ലൻ പൊക്കുടനെ കുറിച്ചുള്ള ഒരു പേപ്പറാണ്, എ ലെജൻഡ് ഓഫ് മാൻഗ്രോവ്സ്. നെക്സ്റ്റ് വേസ് ടു പ്രിസർവ് മാൻഗ്രോവ്സ്, ശ്യാം ഗോബൽ നിന്നുള്ള സ്റ്റുഡൻറ്റ് പ്രസൻറ്റ് ചെയ്തത് വേസ് ടു പ്രിസർവ് മാൻഗ്രോവ്സ്. ദെൻ ലാസ്റ്റ് പേപ്പർ പ്രസൻറ്റേഷൻ നടത്തിയത് വൈശാഖാണ്, മാൻഗ്രോവ്സ് ഇൻ കേരള എന്ന ടോപ്പിക്കായിരുന്നു. ദെൻ ലാസ്റ്റ് നമുക്കറിയാം വോട്ട് ഓഫ് താങ്ക്സ് ആണ്, ദിവ്യ കൃഷ്ണ, സ്കൂൾ ലീഡർ. പിന്നെ പ്രോഗ്രാം അവസാനിക്കുന്നത് നാഷണൽ ആന്തത്തോടു കൂടിയാണ്. ഇത്രയും ആ പ്രോഗ്രാം ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ എഴുതും നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ
സെമിനാർ റിപ്പോർട്ടിന് ഫസ്റ്റ് വേണ്ടത് ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് സെമിനാർ ഓൺ മാൻഗ്രോവ്സ് എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇതിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം പ്രോഗ്രാം സെമിനാർ ആണ്. സോ ടൈറ്റിൽ ശ്രദ്ധിക്കുക, സെമിനാർ ഓൺ മാൻഗ്രോവ്സ് എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം ചാർട്ടിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മളത് പാസ്റ്റ് ടെൻസിലാക്കിയിട്ട് ഓർഡറിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ടൈറ്റിൽ വരെ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് എഴുതാം. സെമിനാർ ഓൺ മാൻഗ്രോവ്സ് എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും ടൈറ്റിലിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവണം. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ശ്രദ്ധിക്കുക. എ സെമിനാർ വാസ് കണ്ടക്റ്റഡ് ഇൻ GHHS ആലപ്പുഴ ഓൺ മാൻഗ്രോവ്സ് എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓൺ September 21 ഇൻ സ്കൂൾ ഓഡിറ്റോറിയം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിലെല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എവിടെയാണ് പ്രോഗ്രാം നടത്തിയത്, ടോപ്പിക്ക് എന്തായിരുന്നു, ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടോപ്പിക്കിൻ്റെ മുന്നിൽ എപ്പോഴും ഒന്നാണ് വരിക. ശ്രദ്ധിക്കാം. എ സെമിനാർ വാസ് കണ്ടക്റ്റഡ് ഇൻ GHHS ആലപ്പുഴ ഓൺ മാൻഗ്രോവ്സ് എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതുപോലെ ഡേറ്റിൻ്റെ മുന്നിലും ഒന്നാണ് വരിക, ഓൺ September 21 ഇൻ സ്കൂൾ ഓഡിറ്റോറിയം. ദെൻ ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. നെക്സ്റ്റ് പാരഗ്രാഫ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തന്നിട്ടുള്ള പ്രോഗ്രാംസിനെ നമ്മൾ അതിൻ്റെ ഓർഡറിൽ എഴുതണം. ശ്രദ്ധിക്കുക. ദ സെമിനാർ ബിഗാൻ അറ്റ് 10 AM വിത്ത് എ പ്രെയർ ബൈ ദ സ്കൂൾ കൊയർ. ഫസ്റ്റ് പ്രോഗ്രാമാണ് എഴുതിയത്. സെമിനാർ ആരംഭിക്കുന്നത് 10 മണിക്കാണ്. ഫസ്റ്റ് എന്തായിരുന്നു, ഒരു പ്രെയർ ആയിരുന്നു. സ്കൂൾ കൊയറാണ് പ്രെയർ നടത്തിയത്. ഇറ്റ് വാസ് ഫോളോഡ് ബൈ എ വെൽക്കം സ്പീച്ച് ബൈ മിസ്സസ് സുശീല കുമാരി, ദ സ്കൂൾ പ്രിൻസിപ്പൽ. Then came the presidential address by Dr. Satish Chandran, a renowned environmental activist. He stressed the need to preserve our environment. He showed how we human beings are destroying nature by cutting down trees, filling up ponds and waterways, and using insecticide everywhere and throwing garbage wherever we please. He said that unless we change, nature will destroy us through earthquakes, ഡ്രൗട്ട്സ്, സുനാമീസ് എക്സെട്ര. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തിയ വ്യക്തി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെൽക്കം സ്പീച്ച് ആരാണ് നടത്തി എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വെൽക്കം സ്പീച്ച് വാസ് ഡെലിവേർഡ് ബൈ മിസ്സസ് സുശീല കുമാരി, ദ സ്കൂൾ പ്രിൻസിപ്പൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. അത്രയും മതി അല്ലേ, കാരണം അവരുടെ ഡ്യൂട്ടി വെൽക്കം ചെയ്യലാണ്. ബട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നമുക്കറിയാം ഡോക്ടർ സതീഷ് ചന്ദ്രൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹം എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണ്. അപ്പോൾ ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ 2-3 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞു? ഹി സ്ട്രെസ്ഡ് ദ നീഡ് ടു പ്രിസർവ് അവർ എൻവയോൺമെൻറ്റ്. ഹി ഷോവ്ഡ് ഹൗ വി ഹ്യൂമൻ ബീയിങ്സ് ആർ ഡിസ്ട്രോയിങ് നേച്ചർ ബൈ കട്ടിംഗ് ഡൗൺ ട്രീസ്, filling up ponds and waterways, and using insecticides everywhere and throwing garbage wherever we please. He said that unless we change, nature will destroy us through earthquakes, drought, tsunamis, etc. അല്ലേ, അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഹ്യൂമൻ ബീയിങ്സ് മരങ്ങളെ വെട്ടിമുറിക്കുകയാണ്, വേസ്റ്റുകൾ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വേസ്റ്റ് തള്ളുകയാണ്, അതേപോലെ പോൺസ്, നമ്മുടെ കുളങ്ങൾ, വാട്ടർ വേസ് ഒക്കെ നമ്മൾ തൂർക്കുകയാണ്. ഇനിയും നമ്മൾ മാറിയില്ലെങ്കിൽ ഭൂമി എന്ത് ചെയ്യും, എർത്തിക്യുക്കായിട്ടും ഡ്രൗട്ടായിട്ടും സുനാമി ആയിട്ടൊക്കെ നമ്മളെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാന പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താ പറയുന്നത്, ദർ വാസ് എ ഫെലിസിറ്റേഷൻ ബൈ മിസ്സസ് ശാന്തി, ദ വാർഡ് കൗൺസിലർ. വാർഡ് കൗൺസിലർ ആയിട്ടുള്ള ശാന്തി എന്ത് ചെയ്തു, ഫെലിസിറ്റേഷൻ, ആശംസ അർപ്പിച്ചു. ഹു സെഡ് ദാറ്റ് ദ വാർഡ് വാസ് ഡൂയിങ് ഓൾ ഇറ്റ് ഇസ് ബെസ്റ്റ് ടു പ്രിസർവ് ദ എൻവയോൺമെൻറ്റ്. അവരെന്ത് പറഞ്ഞ്, ഈ വാർഡ് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ മാക്സിമം കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകി. ഇറ്റ് വാസ് ഫോളോവ്ഡ് ബൈ ദ പേപ്പർ പ്രസൻറ്റേഷൻ ബൈ ആതിര അല്ലേ. പിന്നെന്തായിരുന്നു, പേപ്പർ പ്രസൻറ്റേഷൻ ആണ്. പേപ്പർ പ്രസൻറ്റേഷൻ നടത്തിയത് ആരാണ്, ആതിരയായിരുന്നു. ഓൺ മാൻഗ്രോവ്സ്, എന്താ ടോപ്പിക് എന്താ, ഓൺ മാൻഗ്രോവ്സ് എ സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. പിന്നെ നെക്സ്റ്റ് ആരായിരുന്നു, നൗഫിയ ഓൺ ദ ലെജൻഡ് ഓഫ് മാൻഗ്രോവ്സ്. Then Shyam Gobel presented a paper on ways to preserve mangroves and Vaishak on mangroves in Kerala. അപ്പോൾ പേപ്പർ പ്രസൻറ്റേഷൻ നടത്തിയ ആളുകളുടെ പേരും അവർ പേപ്പർ പ്രസൻറ്റേഷൻ ഉപയോഗിച്ച ടോപ്പിക്കും നമ്മളവിടെ മെൻഷൻ ചെയ്തു. ദെൻ ലാസ്റ്റ് എന്താ, എ ഡിസ്കഷൻ ഫോളോവ്ഡ് ദ പേപ്പർ പ്രസൻറ്റേഷൻ. പേപ്പർ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് എന്ത് നടന്നു, ഒരു ഡിസ്കഷൻ നടന്നു. സ്കൂൾ ലീഡർ ദിവ്യ കൃഷ്ണ
പ്രപ്പോസ്ഡ് വോട്ട് ഓഫ് താങ്ക്സ് അല്ലേ, ലാസ്റ്റ് എന്ത് ചെയ്തു, സ്കൂൾ ലീഡർ വോട്ട് ഓഫ് താങ്ക്സും പറഞ്ഞു. ദ സെമിനാർ കെയിം ടു എ ക്ലോസ് അറ്റ് 1:00 വിത്ത് ദ നാഷണൽ ആന്തം. സെമിനാർ അവസാനിച്ചത് 1 മണിക്കാണ്. നാഷണൽ ആന്തത്തോടു കൂടിയാണ് പ്രോഗ്രാം അവസാനിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വേർഡ് ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. ദ സെമിനാർ കെയിം ടു എ ക്ലോസ്, അങ്ങനെ നമ്മൾ പറയാം. സെമിനാർ 1 മണിക്കാണ് അവസാനിച്ചത് വിത്ത് എ നാഷണൽ ആന്തം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെമിനാർ റിപ്പോർട്ട് എഴുതേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം, ഇപ്പോൾ ആനുവൽ ഡേ സെലിബ്രേഷൻ ആവാം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതേ ഫോമാറ്റിലാണ് എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു ബ്രീഫിംഗ് നൽകുക. ദെൻ ഓരോ പ്രോഗ്രാമും അത് ആരൊക്കെയാണ് നടത്തിയത്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തിയ ആളുടെ 2-3 പോയിൻറ്റ്സ്, അദ്ദേഹം പറഞ്ഞ 2-3 പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ലാസ്റ്റ് പ്രോഗ്രാം അവസാനിച്ചത് എപ്പോഴാണ് ഇൻക്ലൂഡ് ചെയ്യുക. ഇങ്ങനെയാണ് സെമിനാർ റിപ്പോർട്ട് എഴുതേണ്ടത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.